ഹലോ ഓൾ, വെൽക്കം ടു another സെഷൻ ഓഫ് എൻട്രി മോണ്ടിസോറി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിൽ പലരും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമാണ്. കൊച്ചിലെ പഠിക്കാൻ മിടുക്കനായിരുന്നു, പിന്നെ അവൻ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പഠിത്തത്തോട്. എന്താണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, പറയും നമ്മളല്ലേ ഭയങ്കര കാര്യമായിട്ട് കുഞ്ഞിനെ ഭയങ്കര മിടുക്കനായിരുന്നു, പക്ഷെ ഇപ്പോൾ അവന് പഠിക്കണമെന്നേ ഇല്ല. വൈ ചിൽഡ്രൻ ഇസ് ലൂസിങ് ദാറ്റ് സ്പാർക്ക് അല്ലെങ്കിൽ ആ നാച്ചുറൽ ക്യൂരിയോസിറ്റി അവരിൽ ഇല്ലാതാകാൻ കാരണം എന്താണെന്ന് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ തിരക്കിയിട്ടുണ്ടോ? നമ്മൾ രാവിലെ അവരെ റെഡിയാക്കി സ്കൂളിൽ വിടും അല്ലെ, വൈകുന്നേരം കൃത്യമാകുമ്പോൾ ബസ്സിൽ നിന്ന് അവരെ ഇറക്കി കൊണ്ടുവരും, എന്തൊക്കെ പഠിപ്പിച്ചു, ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്യിക്കും. പക്ഷെ അപ്പോൾ ഗ്രാജുവലി നിങ്ങൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്, ഈ കുട്ടിക്ക് പഠിത്തത്തോട് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. എന്താണെന്ന് ആലോചിക്കണം, ഇനിയെങ്കിലും ആലോചിക്കണം. കാരണം മാരിയ മോണ്ടിസോറി സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്. കുട്ടി പഠിക്കേണ്ടത് അവൻ്റെ നാച്ചുറൽ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ്, അല്ലെങ്കിൽ അവന് സ്വാഭാവികമായി തോന്നുന്ന ആകാംക്ഷയിൽ നിന്ന് വേണം കുട്ടി പഠിക്കാൻ. അല്ലാതെ ഒരിക്കലും ഒരു കുട്ടി പഠിക്കുന്നത് മറ്റുള്ളവർ ഇമ്പോസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സ്ട്രിക്ട്ലി അവരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മനസ്സിലായതുപോലെ അഭിനയിച്ചിട്ട് ആവരുത്. അതിന് കാരണം എന്താ? നിങ്ങളെ പിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയിൽ കൊണ്ടിരുത്തിയ എത്ര നാൾ നിങ്ങൾ അവിടെ തുടരും? വളരെ കഷ്ടമാണല്ലേ. എത്ര നാൾ തുടരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കും. അതാണ് നിങ്ങളുടെ കുട്ടിക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ കുഞ്ഞിലെ പഠനത്തിൽ ഇഷ്ടമുണ്ടായിരുന്ന കുട്ടിക്ക് ഗ്രാജുവലി അത് കുറഞ്ഞു വരാൻ കാരണം അവൻ പഠിക്കുന്നത് അവൻ്റെ താല്പര്യത്തിനനുസരിച്ചല്ല, മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ ഡിസൈൻ ചെയ്ത ഒരു കരിക്കുലം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നത് കൊണ്ടാണ് ഇവൻ ഈ നാച്ചുറലായിട്ട് പഠിക്കണം എന്ന് തോന്നിയിരുന്ന ഒരു ക്യൂരിയോസിറ്റി ഇല്ലാതായി വന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ടീച്ചറെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സ്കൂൾ തുടങ്ങാൻ പറ്റുമെന്ന്? വേണ്ട. നിങ്ങളൊരു കുട്ടിയെ മോണ്ടിസോറി സിസ്റ്റത്തിലാക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് അവിടുന്ന് കിട്ടുന്നത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റുക എന്നൊരു ഫ്രീഡമാണ്. അപ്പോൾ അതാണ് മോണ്ടിസോറി സിസ്റ്റം നമ്മൾ ഇത്രയും റെലവൻ്റ് ആയിട്ട് ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങളിൽ പറഞ്ഞു തരാൻ കാരണം എന്ന് വെച്ചാൽ, മോണ്ടിസോറിയിൽ ഒരു കുട്ടിയുടെ ഇന്നർ ഗൈഡ്, അതായത് അവൻ്റെ ഉള്ളിൽ അവൻ ഇപ്പോൾ ഈ മെറ്റീരിയൽ ചെയ്യണം അല്ലെങ്കിൽ അവൻ ആ സബ്ജക്റ്റ് പഠിക്കണം എന്ന് തോന്നുമ്പോൾ ആ സബ്ജക്റ്റ് പഠിക്കാനുള്ള ഫ്രീഡമുണ്ട്. ആ ഫ്രീഡത്തിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി എത്ര നേരം വേണമെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നന്നായിട്ട് വരയ്ക്കും കഴിവുള്ള ഒരാളാണ്, ഭയങ്കര ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ടൈം നോക്കി ക്ലോക്കിൽ ഫിക്സ് ചെയ്തിട്ടായിരിക്കുമോ വരയ്ക്കുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് എത്രത്തോളം ആ ജോബ് എൻജോയ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പടം മൊത്തം നിങ്ങൾ വരച്ച് കഴിയുന്നവരെ നിങ്ങൾ സ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു കുഞ്ഞ് അവൻ ഇഷ്ടത്തോടെയാണ് പഠിക്കുന്നതെങ്കിൽ അവന് ടൈമോ ഈ മെറ്റീരിയൽ അവൻ എത്ര വട്ടം ചെയ്തെന്നോ എത്ര വട്ടം ഈ കോൺസെപ്റ്റ് തന്നെ അവൻ കാണാതെ പഠിക്കുമല്ല അല്ലേ, അവൻ ചെയ്ത് പഠിച്ചെന്നോ അവന് മാറ്റർ അല്ല. അവനിത് വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റോടെ പഠിച്ചുകൊണ്ടിരിക്കും. അതാണ് മോണ്ടിസോറി സിസ്റ്റത്തിൽ ഒരു ബെനിഫിറ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിയുടെ നാച്ചുറൽ ക്യൂരിയോസിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ അവനെ പഠിപ്പിക്കാൻ മോണ്ടിസോറിക്ക് ഒരു 3 മെയിൻ പില്ലേഴ്സ് ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കേട്ടിട്ടില്ലായിരിക്കാം. The main 3 pillars of Montessori system of education is sensitive period, prepared environment and freedom within responsibility. കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ കുഞ്ഞു മക്കളെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് സെൻസിറ്റീവ് പീരീഡ്? കുഞ്ഞുങ്ങൾ അവരുടെ ലൈഫിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നടക്കാൻ പഠിക്കുക, ലാംഗ്വേജ് പഠിക്കുക അല്ലേ, പിന്നെ അതുപോലെ അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒപ്പിയെടുക്കുക, മറ്റുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് ഒരു സ്പെസിഫിക് ഏജ് ഉണ്ട്. ആ സ്പെസിഫിക് ഏജിൽ അവരത് പഠിച്ചാലേ അവർക്കതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നടക്കേണ്ട പ്രായത്തിൽ ഒരു കുട്ടിയെ നമ്മൾ നടക്കാൻ വിടാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് നടക്കാൻ പഠിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വരും, അല്ലെങ്കിൽ അവൻ്റെ ഏജ് ഗ്രൂപ്പുമായിട്ടുള്ള കുട്ടികളുമായിട്ട് അവൻ എത്രത്തോളം പിന്നിലായിരിക്കും അല്ലേ. അതാണ് സെൻസിറ്റീവ് പീരീഡ്. അതായത് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ അവരൊരു സ്പെസിഫിക് ഏജിൽ പഠിക്കുന്നു. ദാറ്റ് ഇസ് സെൻസിറ്റീവ് പീരീഡ്. സോ ഫസ്റ്റ് പില്ലർ ഇസ് സെൻസിറ്റീവ് പീരീഡ്. നെക്സ്റ്റ് ഇസ് പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ്. എന്താണ് ഈ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ്? അതായത് നമ്മുടെ മോണ്ടിസോറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത് വെൽ അറേഞ്ച് സിസ്റ്റമാണ്. അതായത് ഒരു കുട്ടി കയറി വന്നാൽ അവന് ഡെയിലി ആ മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആയിരിക്കും, ഒരേ പൊസിഷനിൽ ഒരേ രീതിയിൽ, റൈറ്റ് ഫ്രം EPL, സെൻസോറിയൽ, അരിത്തമെറ്റിക്, ലാംഗ്വേജ്, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. സോ അത്രത്തോളം കെയർഫുള്ളായിട്ട് അവൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ സൈസ്, അവൻ്റെ ഏജ് ഒക്കെ അനുസരിച്ച് പ്രിപ്പയർ ചെയ്തൊരു എൻവയോൺമെൻറ്റാണ് മോണ്ടിസോറി സിസ്റ്റത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞൊരു മടുപ്പ് കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ അവനുണ്ടാവില്ല. The last one and the most important one is freedom within responsibility.
ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞു കേൾക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ, പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ്. ഒന്ന് ആലോചിച്ചൊക്കെ 2.5 വയസ്സുകാരനെ ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തങ്ങ് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? മെറ്റീരിയൽസ് ഒക്കെ പറക്കും അല്ലേ. അപ്പോൾ എന്താണ് ഫ്രീഡം എന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ആ ഫ്രീഡത്തിൽ അവനൊരു ഉത്തരവാദിത്വം വരുത്തുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ആ കുട്ടി ഒരു മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നാൽ അതവിടെ വലിച്ചു വാരി ഇട്ടിട്ട് പോകുന്നതല്ല അവൻ്റെ ഉത്തരവാദിത്വം. മറിച്ച് അവൻ ഏത് മെറ്റീരിയൽ എടുക്കാനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ആ മെറ്റീരിയൽ അവൻ തന്നെ തിരികെ എടുത്തെടുത്ത് കൊണ്ടുവെക്കുക എന്നുള്ളത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദാറ്റ് ഈസ് ഫ്രീഡം വിത്തിൻ റെസ്പോൺസിബിലിറ്റി. ഒരു കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ ആ ഫ്രീഡം അവൻ്റെ ഉത്തരവാദിത്തമാണ്, മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കുക എന്നൊരു ബോധം ഒരു 2.5 വയസ്സുകാരൻ തൊട്ട് എത്തിച്ചു കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഒരു ഗ്ലാസ് എടുത്താൽ തിരിച്ചുകൊണ്ട് വെക്കുമോ? പോട്ടെ, ഒരു കളിപ്പാട്ടം എടുത്താലോ അവിടെ കിടക്കും അല്ലേ. സോ ഈ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മോണ്ടിസോറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ ഫസ്റ്റ് കുട്ടിക്ക് കൊടുക്കുന്നത് ഫ്രീഡം വിത്തിൻ റെസ്പോൺസിബിലിറ്റി. കുട്ടി ഫ്രീ ആണ്, എന്ത് ആക്ടിവിറ്റിയും ചെയ്തോളൂ, പക്ഷേ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ആക്ടിവിറ്റി. സോ ഈ 3 പില്ലേഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നാച്ചുറൽ ക്യൂരിയോസിറ്റി കുട്ടിയിൽ നശിപ്പിക്കാതെ അവൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മോണ്ടിസോറിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ. ബൈ.